BS3 ക്ലാസിക്കിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, റീസ്റ്റോറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്തത് ഫുള്ള് എൻജിൻ ഓവറോളിങ് ചെയ്താണ്. അതേമാതിരി ബാറ്ററി ഇല്ലായിരുന്നു, 1 വേ ക്ലച്ച് ഇല്ലായിരുന്നു, സെൽഫ് മോട്ടർ ഇല്ലായിരുന്നു. അങ്ങനെ അത്യാവശ്യം ഒരുപാട് പാർട്സുകൾ, സൈലൻസർ ഇല്ലായിരുന്നു. കുറച്ച് എക്സ്പെൻസീവ് പാർട്സുകൾ നമുക്ക് റീപ്ലേസ് ചെയ്ത് വന്നിട്ടുണ്ട്. എപ്പോഴും ചില ആളുകൾ ധാരണ ഉണ്ട് റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ പുതിയ സാധനം വാങ്ങിച്ച് മാറ്റി വെക്കുക എന്നുള്ളത്. മിക്കവാറും വീഡിയോ കണ്ടിട്ടുണ്ടാവും. റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ ഇല്ല പ്രൊഡക്റ്റ് റീസ്റ്റോർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കിട്ടുക. എങ്ങനെയാണെന്നുള്ള ബാക്കിയുള്ളത് എങ്ങനെയാണെന്ന് അറിയില്ല. അതായത് എന്താണ് എൻ്റെ ഉള്ളിൽ ടാങ്ക് ആണെങ്കിലും മഡ്ഗാർഡാണെങ്കിലും സ്പോക്സ് ആണ് എന്താണെങ്കിലും ഉള്ളത് വെച്ച് റീസ്റ്റോർ ചെയ്തെടുക്കുക. അത്യാവശ്യം മാറ്റേണ്ട സാധനങ്ങൾ മാത്രം മാറ്റി, അതായത് ഒരിക്കലും റീസ്റ്റോർ ചെയ്യാൻ പറ്റാത്ത ചില പാർട്സുകളുണ്ട് അതിൻ്റെ മുകളിൽ. അപ്പം അങ്ങനെയുള്ള പാർട്സുകൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് റീസ്റ്റോറേഷൻ. അതല്ലാതെ കംപ്ലീറ്റ് പാർട്സുകളും പുതിയതായിട്ട് വാങ്ങിച്ചിട്ടാന്നുള്ള വലിയൊരു സംഖ്യ മുടക്കിയിട്ട്, വണ്ടിൻ്റെ തന്നെ അത്ര സംഖ്യ മുടക്കിയിട്ട് റീസ്റ്റോർ ചെയ്തേക്കാൻ നല്ല പുതിയ വണ്ടി വാങ്ങിച്ചെടുക്കുക എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അപ്പോൾ അതിൻ്റെ കാര്യമൊന്നുമില്ല. ചില ആളുകൾ മഡ്ഗാർഡ് ആണെങ്കിലും ടാങ്ക് ആണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് പുതിയതായിട്ട് വാങ്ങിച്ചിടുന്ന ആളുകളുണ്ട്. വാങ്ങിച്ചിടാൻ കുഴപ്പമൊന്നുമില്ല, പൈസ ഉള്ള ആളുകൾ വാങ്ങിച്ചിടാം. അല്ലാത്തവർക്ക് റീസ്റ്റോറേഷൻ എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ ചെയ്യുന്ന ആളുകൾ എപ്പോഴും ഉള്ള എന്താണ് ആ വണ്ടിൻ്റെ മുകളിൽ അത് റീസ്റ്റോർ ചെയ്തെടുക്കാനുള്ളതാണ്. ദ്രവിച്ചിട്ട് ഒന്നിനും പറ്റാത്ത റീയൂസബിൾ അല്ലാത്ത പ്രൊഡക്റ്റ് പാർട്സുകൾ അത്രയും നമുക്ക് നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് പുതിയ വാങ്ങിച്ചിടാൻ കുഴപ്പമില്ല. പക്ഷെ അതല്ലാതെ കംപ്ലീറ്റ് പാർട്സുകൾ മാറ്റിയായിട്ട് ചെയ്യാന്നുള്ള റീസ്റ്റോറേഷൻ എന്ന് പറയാൻ പറ്റില്ല. അത് പുതിയ വണ്ടി വാങ്ങിക്കാൻ തന്നെ ആ ഒരു ഗണത്തിൽ പെടുത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് ചെയ്തേക്കുന്ന ഇത് അറൗണ്ട് എനിക്ക് തോന്നുന്നത് 80,000 എബോ ഒരു കോസ്റ്റ് വന്നിട്ടുണ്ട് ഈ വണ്ടിക്ക്. കാരണം ഇത് കംപ്ലീറ്റ്ലി എൻജിൻ റീബിൽഡ് ചെയ്താണ്. കംപ്ലീറ്റ്ലി BS3 2012-13 തൊട്ടാണ് വണ്ടി വരുന്നത്. കറക്റ്റ് എനിക്ക് അറിയില്ല, BS3 ആണ് വണ്ടി. ഈ ചെറിയ ടാങ്ക് ഏതായാലും 13-12 കാറ്റഗറി വരുന്ന ടാങ്കാണ്. അപ്പോൾ നമ്മളിത് ഇതിൽ റീപ്ലേസ് ചെയ്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ ഒന്ന് സീറ്റാണ്. സീറ്റ് കംപ്ലീറ്റ് മാറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മാച്ചിസ്മോ എന്ന് പറഞ്ഞ സീറ്റാണ്. മാച്ചിസ്മോ എന്ന് പറഞ്ഞാൽ റോയൽ എൻഫീൽഡ് വന്നിരുന്ന ഡബിൾ സീറ്റ് സ്പ്രിംഗ് സീറ്റാണ്. പുറകിലെ സീറ്റ് വെച്ചിട്ടില്ല, സിംഗിൾ സീറ്റാണ്. ഇത് അടിപൊളി കംഫേർട്ട് റൈഡ് തരുന്ന ഒരു സീറ്റാണ് കേട്ടോ. അതായത് ഇത് ക്രോസിൽ വരെ നൈസായിട്ട് സ്പ്രിംഗ് ആണ് കിടക്കുന്നത്. ഈ 2 സ്പ്രിങ് മാത്രമല്ല, ഈ ഒരു നമുക്ക് ഇരിക്കുമ്പം ആ ഒരു ആക്ഷൻ, ആ ഒരു സീറ്റിന്റെ കുഷനിങ്ങിന്റെ മുകളിലും ഒരു സ്പ്രിംഗ് ആക്ഷൻ കിട്ടുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ. ലോങ് റൈഡ് എന്ന ആളുകൾക്ക് നല്ലൊരു സീറ്റ് തന്നെയാണ്. ഞാൻ അത് വെച്ച് ലോങ് റൈഡ് ചെയ്ത ഒരാളാണ് അതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്. അപ്പൊ സീറ്റ് വല്ലാതെ ആളുകൾ ചോദിക്കേണ്ട, കാരണം കിട്ടാൻ കുറച്ച് പാടുള്ള സീറ്റാണ്, കുറച്ച് എക്സ്പെൻസീവ് ആണ്, കിട്ടാനുള്ള കുറച്ച് എക്സ്പെൻസീവ് സീറ്റുമാണിത്. അപ്പോൾ ഏതായാലും കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളി കംഫർട്ട് തരുന്ന സീറ്റാണ്. പിന്നെ ഇത് കുറച്ച് ആക്ഷനും ഉണ്ടാവും. ഈ ഒരു റൈഡിങ്ങിൽ നമുക്ക് ഇതിനനുസരിച്ച് ഫ്രണ്ടിലേക്ക് ചെറിയൊരു ആക്ഷൻ ഉണ്ടാവും. അല്ല ഫുള്ള് ഫിക്സ് ആക്കിയിട്ടല്ല, ചെറിയൊരു ആക്ഷൻ നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ റീപ്ലേസ് ചെയ്തെന്ന് പറഞ്ഞാൽ സെൽഫ് സ്റ്റാർട്ടിന്റെ മോട്ടർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1 വേ സ്പാക്ക് ക്ലച്ച് അസംബ്ലി കംപ്ലീറ്റ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ സ്പാക്കിന്റെ സിസ്റ്റം, ക്ലച്ച് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സിലിണ്ടർ, ക്രാങ്ക്, അതിന്റെ ബെയറിങ്സ്, ഹൈഡ്രോളിക്, ഓയിൽ പമ്പ് BS4 കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ടാപ്പറ്റ് റോഡ് ഇതൊക്കെ മാറ്റിയിട്ടുള്ളതാണ്. എൻജിൻ കംപ്ലീറ്റ് റീബിൽഡ് ചെയ്തതിൻ്റെ അടുത്ത് തന്നെയാണ്. പിന്നെ അതുമാതിരി പിന്നെ മാറ്റിയിട്ടുള്ള അത്യാവശ്യം കോസ്മെറ്റിക് ഐറ്റംസ് ആണ്. ഇൻഡിക്കേറ്റേഴ്സ്, ഹാൻഡിൽ ബാർ ഒരു വിൻറ്റേജ് അല്ല, ഒരു G2 മോഡലിന്റെ ഇതിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് പക്ക G2 അല്ല, G2ന്റെ ഒരു ഹാൻഡ്ലിംഗ്, ഒരു കംഫർട്ട് കിട്ടാനുള്ള അടിസ്ഥാനത്തിൽ ഈ ഒരു G2 മോഡൽ ഹാൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ക്ലാസിക്കിന് സൂട്ടായിട്ടുള്ള ഒരു ഹാൻഡിലാണിത്. പിന്നെ ഫ്രണ്ടിൽ ഒരു മഡ്ഗാർഡിന്റെ മുകളിൽ ചെറിയൊരു ബ്രാസിന്റെ നമ്പർ വെയിറ്റ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ വരുന്നത് സൈലൻസർ, നമ്മളിത് ക്രോം പ്ലേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ കോട്ടിങ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റീൽ ഗാർഡ് വെച്ചു. ഇത് SS ആണ് വരുന്നത്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഗാർഡാണ് വരുന്നത്. ബെനിഫിറ്റ് ഉണ്ട്, കാരണം നമുക്ക് ഇത് ഹീറ്റ് പെട്ടെന്ന് തൊട്ട് കഴിഞ്ഞാൽ കൈ പൊള്ളൊന്നുമില്ല. ആ ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ വരുന്നതുകൊണ്ട് ഇത്ര തന്നെ ബെൻഡിന് അത്ര ചൂട് ഇത് ഉണ്ടാവില്ല. പിന്നെ ബെൻഡ് റീപ്ലേറ്റ് ചെയ്യുന്നുണ്ട്. അത് കാറ്റലിക് കൺവേർട്ടർ ഉള്ളിൽ വരുന്നത് കൊണ്ട് അത് ഞാൻ പിന്നെ ആരും റെക്കമെൻഡ് ചെയ്യുന്നില്ല ഞാൻ. കാരണം കാറ്റലിക് കൺവേർട്ടർ ഇപ്പോഴത്തെ എമിഷൻ നോംസ് കുറച്ച് സ്ട്രിക്റ്റ് ആയതിൻ്റെ കാരണം അത് ചിലപ്പം പൊല്യൂഷൻ കിട്ടാൻ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ, അല്ലെങ്കിൽ സൈലൻസർ പ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ക്ലോഗ് ആവുക, ആ ഒരു ഭാഗം ക്ലോഗ് ആവുക, വണ്ടിക്ക് പുള്ളിങ്ങിനെ ബാധിക്കും, ഒക്കെ സാധ്യത ഉണ്ട് കേട്ടോ. ഉണ്ടായിട്ടുണ്ട്, സാധ്യത ഉണ്ട്. ചില ആയിക്കൊള്ളൊന്നുമില്ല. എന്നാൽ ആ ഒരു റിസ്ക് ഞാൻ എടുക്കുന്നില്ല. 6-7 റുപ്യൻ്റെ അടുത്ത് വില വരുന്നതാണ് ബെൻഡ്. അപ്പോഴുള്ള നിലവിലുള്ള ബെൻഡ് തന്നെ വെച്ച് ഇങ്ങനെ കാര്യം ചെയ്തെടുത്തു. പിന്നെ സൈലൻസർ ആഫ്റ്റർ മാർക്കറ്റ് ആണ്, ഗ്ലാസ്ഫുൾ ടൈപ്പാണ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. കുറച്ച് ബാസി നോയ്സ് കിട്ടാൻ വേണ്ടി ഗ്ലാസ്ഫുൾ ടൈപ്പാണ്. പിന്നെ പക്കാത് ക്ലാസിക് ആണെങ്കിലും സ്റ്റാൻഡേർഡിന്റെ രൂപത്തിലേക്കാണ് നമ്മൾ മാറ്റിയേക്കുന്നത് കേട്ടോ.
കാരണം കസ്റ്റമർക്ക് ഒരു സ്റ്റാൻഡേർഡ് ചെറിയൊരു സെമി ക്ലാസിക് ലുക്കാണ് വേണ്ടത്. ഒരു സ്റ്റാൻഡേർഡിന്റെ പഴയ ഒരു വിന്റേജ് വണ്ടിയുടെ ലുക്കാണ് വേണ്ടത്. ഉള്ളതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു ടാങ്കിന്റെ മോണോഗ്രാം വെച്ചേക്കുന്നത്. പിന്നെ മെറ്റൽ ബാഡ്ജിങ് എല്ലാം ജെ സീരീസിന് വരുന്ന ഒരു ബാഡ്ജിങ് ആണ് ഇതിന് വെച്ചേക്കുന്നത്. കുഴപ്പമില്ല, നല്ല ഭംഗി, ഈ സാധനം കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ അതിന് അറ്റൻഡ് പറഞ്ഞ പഴയമുള്ള പിന്നെ എംബ്ലം മേല് കൊളുത്തുക, ഡ്രസ്സ് കൊളുത്തുക, കുറച്ച് കഴിയുന്ന സമയത്ത് ഇളകി പോരുക എന്നുള്ള വിഷയങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇളകി പോരൊന്നുമില്ല. എന്നാലും മേത്ത് കൊളുത്തിയിട്ട് ഡ്രസ്സൊക്കെ കൊളുത്തി വലിക്കുന്ന പ്രശ്നം പോലെ മുണ്ട് കൊളുത്താനുള്ള ഒരുപാട് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് തിരഞ്ഞെടുക്കാവുന്ന രീതിയാണ്. ഭംഗിയുണ്ട്, ഒരു മോഡേൺ ലുക്കാണെന്നുള്ളൂ. പഴയ വിന്റേജ് ലുക്ക് കിട്ടണം എന്നുള്ള ആളുകൾ, പഴയ ലുക്ക് കിട്ടണം എന്നുള്ള ആളുകൾക്ക് തീർച്ചയായും ആ ഒരു മോണോഗ്രാം തന്നെ വേണം കേട്ടോ. പക്ക കിട്ടണം എന്നിട്ട് അങ്ങനെയല്ല, പക്ക ഒരു പഴയ മോഡലിലേക്ക് മാറ്റിയില്ല, ഒറ്റ ഒരു സിംഗിൾ ലുക്കിൽ നോക്കി കഴിഞ്ഞാൽ പഴയ മോഡൽ വണ്ടിയിലേക്ക് മാറ്റണം എന്നേ കസ്റ്റമറോട് ആവശ്യപ്പെട്ടുള്ളൂ. ഇപ്പൊ ഡിസ്പ്ലേ ക്ലാസിക്കിനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ബ്രേക്ക് ഷൂ, സ്പോക്സ് കംപ്ലീറ്റ് മാറ്റിയെടുത്താണ്. റിമ്മ് നമ്മൾ ഒരിക്കലും റീപ്ലേഡ് ചെയ്യാറില്ല, റിമ്മ് റീപ്ലേസ് ചെയ്യാറാണ് പതിവ്. കാരണം റിമ്മ് റീപ്ലേഡ് ചെയ്യുമ്പോൾ ഏകദേശം ആ റിമ്മിന്റെ ജെന്യൂൻ റിമ്മിന്റെ ഒരു 90-75% കോസ്റ്റ് നമുക്ക് ആവുന്നുണ്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ, അല്ല പ്ലേറ്റ് ചെയ്യുമ്പോൾ. അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അത് റിമ്മിന്റെ തിക്നെസ് കുറയുന്നുണ്ട്. മാത്രമല്ല ആ പ്ലേറ്റ് ഒരു 6 മാസം മാക്സിമം കഴിയും. ഇതാവുമ്പോൾ നമുക്കൊരു 5 എത്ര വർഷം. ഇതൊക്കെ എന്താ സത്യം പറഞ്ഞാൽ ഇതിന്റെ മുകളിൽ കമ്പനി വരുന്ന സമയത്തുള്ള റിമ്മാന്ന് തോന്നുന്നു. ഇതുവരെ ഈ വർഷം ഒരു കുഴപ്പമായിട്ടില്ല. റിമ്മ് നമ്മൾ പ്ലേറ്റ് ചെയ്യുമ്പോൾ അത് പൊളിഞ്ഞു പോവുക, വീണ്ടും തുരുമ്പ് പിടിക്കുക. പിന്നെ അതിന്റെ ഏറ്റവും വലിയ സേഫ്റ്റി കൺസേൺ ആണ് നമ്മളെ വീൽ റിം എന്ന് പറഞ്ഞാൽ. നമ്മളെ കൊണ്ട് ജീവനെ കൊണ്ട് ഓടുന്ന സാധനം. അപ്പൊ അതിന്റെ തിക്നെസ് കുറയ്ക്കുക എന്നുള്ളത് ഒരിക്കലും നമ്മൾ ഒരു ചെയ്യാൻ പറ്റാത്ത ഒരു സംഗതിയാണ്. റിമ്മ് പെട്ടെന്ന് വെന്റായി പോകും, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടാവും. ഒരിക്കലും നിങ്ങൾ വീൽ റിമ്മ് റീപ്ലേഡ് ചെയ്യരുത്. റീപ്ലേസ് ചെയ്യാൻ അത്ര കോസ്റ്റേ വരുന്നുള്ളൂ. ആ റീപ്ലേറ്റ് ചെയ്യുന്നതിന്റെ ഒരു 25% നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്താൽ പുതിയ റിമ്മ് കിട്ടും. അത് അത്രത്തോളം ലാസ്റ്റ് ചെയ്യും. അത് വലിയൊരു അഡ്വാൻറ്റേജ്, അത്രയും ക്വാളിറ്റി ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇതാണ് ചെയ്തേക്കുന്നത്. അപ്പൊ വണ്ടിന്റെ ഓവറോൾ ലുക്ക് നോക്കുക. പിന്നെ പെയിന്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പറയുന്ന പോലെ പെയിന്റിന്റെ ക്വാളിറ്റികളെല്ലാം കണ്ട് തീരുമാനിക്കുക. നമ്മൾ ബഫിങ്ങോ കട്ടിങ്ങോ പോളിഷിങ്ങോ ഒന്നും ചെയ്യുന്നില്ല. പെയിന്റിങ് നമ്മളെ സ്ഥാപനത്തിൽ നിന്ന് ചെയ്യുന്ന പെയിന്റിങ് നമുക്കിത് ഗ്യാരണ്ടി വാറണ്ടി ഒക്കെ കൊടുക്കാൻ കഴിയുന്നുണ്ട്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയും. പുറത്ത് സാധാരണ വർഷോപ്പിൽ ചെയ്യുന്നമാര് അയച്ച് വേറെ കൊടുക്കുക. എല്ലാ വർക്കുകളും 90% വർക്കും നമ്മൾ ഷോപ്പിൽ നിന്നാണ് നടക്കുന്നത്. അതായത് ഇലക്ട്രോപ്ലൈറ്റിംഗ് അല്ലാത്ത എല്ലാ വർക്കുകളും ഒരു വർക്കിനും പുറത്തേക്ക് പോകുന്നു. ഇലക്ട്രോപ്ലൈറ്റിംഗ് മാത്രമേ നമ്മളിവിടെ ചെയ്യുന്നില്ല, ബാക്കി എല്ലാ വർക്കുകളും നമ്മൾ ഓൺ വർക്കാണ്. അതുകൊണ്ട് പെയിന്റ് വേറെ ആൾ ചെയ്ത് വേറെ ആൾ ചെയ്ത് കൂടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുന്ന പരിപാടിയൊന്നുമല്ല നമ്മൾ ചെയ്യുന്നത്. എല്ലാം ഇവിടെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് വണ്ടി വല്ലതും ഇറക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. എന്താ ചന്നോടാ ബാക്കിലൊരു വണ്ടി മുന്നോട്ട് വെച്ചാലും മതി. വണ്ടി വെക്കാൻ സ്ഥലം ഞാൻ തിരിച്ചെടുക്കുന്ന വണ്ടി ഇപ്പൊ ആ ലിഫ്റ്റിന് ഇറക്കുന്നുള്ളൂ വർക്ക് കഴിഞ്ഞിട്ട്. വേറെ ഒരു പണിയും ചെയ്തിട്ടില്ല. വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടാക്കി എന്നല്ല, വേറൊരു കാര്യം ചെയ്തിട്ടില്ല. ഇനി ഇവിടെ നിന്നിട്ട് ഓടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. കുറച്ചൊന്ന് തുടയ്ക്കാനൊക്കെ ഉണ്ട്. അപ്പൊ കസ്റ്റമർ ഒന്ന് വരും എന്ന് പറഞ്ഞു. അപ്പം ഇതാണ് ഇതിന്റെ ഓവറോൾ ലുക്ക്. വണ്ടിയുടെ നമ്പർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തു. ഇത് നമ്മള് കോഴിക്കോട് ജില്ലയിലെ വണ്ടിയാണ്, കൊടുവൾ ഓമശ്ശേരി ഭാഗത്തുള്ള വണ്ടിയാണ്. അപ്പൊ ഇതിന്റെ ഏതെങ്കിലും സീറ്റിന്റെ അഭിപ്രായം പേഴ്സണലായിട്ട് എന്താ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഇതിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. ഓക്കെ, സൈലൻസിന്റെ നോയ്സ് ഗ്ലാസ് ടൈപ്പാണ്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ല. ഓടിച്ചിട്ട് ഒരു പഴയ വണ്ടി റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു BS3 വണ്ടി എടുത്ത് റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്നുള്ളതാണ് അങ്ങോട്ട് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു വണ്ടിന്റെ സുഖവും ഈ വണ്ടിന്റെ ലുക്കൊന്നും വേറെ വണ്ടി കിട്ടില്ല. ആ ഒരു ഫീലും
മക്രോൺ വീഡിയോ എടുത്തു നോക്കിയാ